നിന്റെ വാക്ക് കേട്ട് ഞാൻ നാട്ടുകാരോട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞറിയോ? ടീച്ചറെ കാണാതായപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. പോരാ തന്നെ അയാളുടെ ദേഹത്ത് ചോരയും. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? വേണ്ട വേണ്ട, ഞാൻ തുറന്നോളാം. ആ നീയോ? എന്ത് പരിപാടി നിങ്ങൾ കാട്ടിയത്? എന്ത് ലീല പറഞ്ഞല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞോ ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയാൻ? നിന്നോട് ഞാൻ പറഞ്ഞോ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയാൻ? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇനി എല്ലാവരോടും എന്നെ നെഞ്ചത്തോട്ട് കയറിയോ? എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, അറിയോ നിനക്ക്? കണക്കായി പോയി. അതെ, നാട്ടുകാരുടെ തല്ലുകൊള്ളണ്ടല്ലേ എങ്ങോട്ടല്ലേ ഓടിപ്പോന്നോ? എന്റെ പൊന്നിലില്ലേ, ഒന്ന് ചെന്ന് പറ. അറിയാതെ പറ്റിപ്പോയതാ. ആരോടും? ആ പള്ളി പറഞ്ഞോട്. ആ ഫസ്റ്റ് എന്റെ കാര്യം ആരോട് പറയുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ ഇനി നിന്റെ കാര്യം. എന്റെ പൊന്നു സൂര്യ ഒന്ന് പോവാൻ നോക്ക്. ലീലേ അങ്ങനെ പറയല്ലേ ലീലേ. അവള് പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങിപ്പോ. രണ്ടെണ്ണോടെ വന്നിരിക്കുന്നു മനുഷ്യനെ കിടന്നു. ഇയാളൊരു പള്ളിയിലെ കപ്പിയാരാ, അതുപോലെ അങ്ങ് പറയാം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതുപോലത്തെ വള്ളി കേസൊന്നും പിടിക്കണ്ട. എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത് കേട്ടാ. പറഞ്ഞല്ലോ വേണ്ട. സമാനല്ലേ നീ പോലെ. ഭാര്യ തിരിച്ചു വന്ന സ്ഥിതിക്ക് പിന്നെ അയാൾ ഒരാളെ കൊല്ലണമെങ്കിൽ അത് പുറത്തു നിന്നാവാനാ സാധ്യത. അങ്ങനെ ഒരാൾ ഉണ്ടാവണമെങ്കിൽ അത് പള്ളിപ്പാടൻ്റെ ശത്രുവാവണം. പള്ളിപ്പാടൻ്റെ മരണം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മരിക്കണമെന്ന് പള്ളിപ്പാടൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ലിസ്റ്റിൽ നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി ഉണ്ടാവും. അപ്പൊ പള്ളിപ്പാടിന്റെ പിന്നാലെ പോകാൻ തന്നെയാണ് രാമേട്ടന്റെ തീരുമാനം. അതെ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? അഡ്വക്കേറ്റ് തോമസ് കുരുവിള. ശിവരാമൻ, ഞാനാ സാർ. പള്ളിപ്പാടൻ്റെ കാര്യത്തിൽ SHOയ്ക്ക് ഇല്ലാതെ എന്ത് താല്പര്യമാണ് തനിക്ക്? അല്ല സാർ, അത് അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഇരിക്കെ. ഹമീദ് കൊള്ളാവുന്നൊരു പോലീസ് ഓഫീസറാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ തന്നെ സമ്മതിച്ചത്. പിന്നെ ശത്രുക്കളുടെ കണക്കെടുക്കാനാണെങ്കിൽ എന്നോട് വിരോധമുള്ള പലർക്കും അയാളുടെ സ്വല്പം ദേഷ്യം കാണും. കാരണം എൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത് പള്ളിപ്പാടനായിരുന്നല്ലോ. എന്നാലും എടുത്തു പറയാൻ പാടാണ്. ജയിച്ചതും തോറ്റതുമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിൽ നിന്ന് ചെറിഞ്ഞെടുക്കൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ക്ലയൻസിൻ്റെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തനിക്ക് തരാം. താനും തപ്പി നോക്ക്. ആവശ്യം തൻ്റെ അല്ലേ? കൃഷ്ണകുമാറെ, ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക കേട്ടോ. വേറൊന്നുമില്ലല്ലോ. ഇന്നെനിക്ക് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. താങ്ക് യു സാർ. ആ, പിന്നെ ഞങ്ങൾ അന്വേഷിച്ച കാര്യം അതറിയാൻ അയാൾക്ക് വേറെ ആരുടെ ഒത്താശയൊന്നും ആവശ്യമില്ല. അത് മനസ്സിലാക്കാത്തതാണ് തൻ്റെ പരാജയം. താനിതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണണ്ട. എൻ്റെ അപ്പൻ അഡ്വക്കേറ്റ് കുരുവിള മാത്തൻ്റെ കൂടെ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ പള്ളിപ്പാടൻ്റെ കോടതി ജീവിതം. ഇനിയിപ്പോൾ താൻ സംശയിക്കുന്ന പോലെ അയാളൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാനും തന്നെ പോലെ ആരെങ്കിലും പിന്നാലെ വന്നാൽ അതിൽ നിന്ന് ഭംഗിയായിട്ട് ഊരിപ്പോരാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. പള്ളിപ്പാടൻ്റെ വീട്ടിൽ ഒരു ബറ്റാലിയൻ പോലീസും കൊണ്ട് ചെന്ന് കയറിയിട്ടും ഒരു പൂട പോലും കിട്ടാതെ മൂഞ്ചിപ്പോയല്ലേ. പിള്ളേരിറക്കിയ ട്രോളേ തൻ്റെ മുഖം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് രാവിലെ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് കല്ലും മുള്ളുണ്ടാവുന്ന ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് ഇറങ്ങാറ്. അങ്ങനെ ചവിട്ടിയൊരു മുള്ളായിട്ടേ പള്ളിപ്പാടിൻ്റെ കേസ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ കാലിൽ തെറിച്ച മുള്ളെടുത്ത് കളയുമ്പോൾ അത് വേരോടെ എടുത്ത് കളയുന്നൊരു ശീലം കേരള പോലീസിനുണ്ട്. പള്ളിപ്പാടിൻ്റെ കാര്യത്തിലും അത് തെറ്റിക്കാതിരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം.
സർവീസ് കയറിയിട്ട് അധികം നാളായില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ആയി തിളപ്പ്. ഈ സൈസ് തിളപ്പുകൾ ഒരുപാട് കണ്ടവനാ പള്ളിപ്പാടൻ. അയാളോട് കളിക്കാൻ നിൽക്കണ്ട, ഇറച്ചിയിലും മണ്ണി വീഴും. കബീറും പള്ളിപ്പാടും തമ്മിൽ ലീഗലായും ഇല്ലീഗലായും ഒരുപാട് ഇടപാടുകളുണ്ടെന്ന് അറിയാം. അതെന്തൊക്കെയാന്ന് കൃത്യമായിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞാലേ തൻ്റെ പേരൊന്നും ഒരു തരാം. കബീർ ഇതുവരെ വാപ്പാന്ന് വെച്ചിട്ടുള്ളതേ ഒരാളെ മാത്രം. ചാകേണ്ടി വന്നാലും പള്ളിപ്പാടിനെതിരായിട്ടുള്ള ഒരു കോപ്പും എൻ്റെ നാക്കിന്ന് വീഴില്ല. താൻ വെറും ഒരു ഏസയല്ലടൂ. വല്ല പെറ്റി കേസുകളുടെ പിന്നാലെ പോയി കിട്ടുന്ന നക്കാപ്പിച്ചയും വാങ്ങിയിരുന്നാ പോരെ. എന്തിനാടോ താൻ ഈ പള്ളിപ്പാടന്റെ പിന്നാലെയൊക്കെ പോണേ? ആവുന്ന പണിക്ക് പോയാ പോരെ. എന്നെ പണി പഠിപ്പിക്കല മൈക്കിളെ. നീ ചോദിച്ചതിന് ഉത്തരം പറ. എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ എന്ത് പറയാനാടോ? അത് കളാ. പള്ളിപ്പാടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ അറിയാതെ ആവില്ല. തനിക്കൊരു പ്രതിയാണ് വേണ്ടതെങ്കിൽ അത് പറ. എത്ര പേരെ വേണമെങ്കിലും ഇറക്കിത്തരാം. അല്ലാതെ പള്ളിപ്പാടനെ ഞോണ്ടാനുള്ള പണിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നാ കളി മാറുവേ. പിന്നെ പള്ളിപ്പാടൻ ഒരുത്തനെ തീർത്തിട്ടുണ്ടെങ്കിൽ അത് ആയുസ് ഒടുങ്ങിയവനാ. അതിൻ്റെ പിറകെ പോയി താൻ വെറുതെ സമയം കളയണ്ട. ആ ആയുസ് ഒടുങ്ങിയവനെ തിരിച്ചറിയുന്ന ആ ദിവസം അന്ന് തീരും നിന്റെ ഈ പള്ളിപ്പാടൻ. ആ കൂട്ടത്തിൽ നിന്റെ ഫയലും ഞാനൊന്ന് ചെകയും മൈക്കിള. ചെകയാനാണെങ്കിൽ അത് ഒരുപാടുണ്ടാവും ശിവരാമ. ആ ഫയലിന് മീതെയുള്ള ചോപ്പ് നാടയില്ലേ, അത് കെട്ടിയത് പള്ളിപ്പാടനാണ്. ആ കൂറ് മൈക്കിളിനെന്നും കാണും. താൻ പോ. ആ പള്ളിപ്പാടിന്റെ കേസ് കിട്ടി ഇതുവരെ വിട്ടില്ലല്ലേ? പോലീസുകാർ ഇപ്പോഴും അതിന്റെ പിന്നാലെ തന്നെയാന്ന് തോന്നുന്നു. ഇനി എന്തിനാ അതിന്റെ പിന്നാലെ പോണേ? മരിച്ചു എന്ന് പറഞ്ഞ ടീച്ചർ തിരിച്ചു വന്നു. പിന്നെ എന്താ? അതൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ അടുത്ത് ഇന്നലെ പോലീസ് ചെന്നിട്ടുണ്ട് പള്ളിപ്പാടിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ. എന്തിനാണ് എന്തോ. എടാ, അത് പിന്നെ ഈ ഫേസ്ബുക്കിലും ടി വിയിലും ഒക്കെ വാർത്തയാതല്ലേ. അങ്ങനെയുള്ളപ്പോൾ കേസ് തീർക്കാൻ പോലീസിന് അവരുടേതായ ഫോർമാലിറ്റീസ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാരാ നോക്കി? പോലീസുകാരോട് മാപ്പ് അറിയിപ്പിച്ച മഹാനെത്തിയല്ലോ. ഒരു ചായ വേണോട്ടാ, ഒരു സ്പെഷ്യൽ ചായ വിടോ. എന്തൊക്കെ പറഞ്ഞാലും അത്രയും പോലീസുകാർ മുമ്പിൽ വെച്ച് രവി കാണിച്ച ചങ്കുറ്റുണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് ശരിയാ. പബ്ലിക്കായിട്ടല്ലേ പോലീസുകാരെ തടഞ്ഞു നിർത്തി രവിയേട്ടൻ മാപ്പ് അറിയിച്ചത്. തെമ്മാടിത്തരം കാണിക്കുന്നത് പോലീസായാലും പട്ടാളായാലും അത് മുഖത്ത് നോക്കി ചോദിക്കാൻ എനിക്കൊരു മടിയില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ ഈ വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് രവി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയതും. അല്ലാതെ ഇവിടെ ചിലരെ പോലെ ഭരണകക്ഷിയുടെ സ്വന്തം ആളാന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാറൊന്നുമില്ല. നീ അത് എനിക്കിട്ട് പൊളിച്ചെന്ന് മനസ്സിലായി. പിന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഭരണപക്ഷത്തും നീയൊക്കെ തോറ്റ് പ്രതിപക്ഷത്തും ഇരിക്കുന്നത്. അത് മറക്കണ്ട. അവൻ്റെ ഒരു നേതാവ് കളി.